നമസ്കാരം, പത്രവാർത്താസിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന് കർക്കിടക മാസത്തിലെ വാവാണ്. അതായത് കർക്കിടക വാവാണ്. പിതൃക്കളുടെ ആത്മശാന്തിക്കൊക്കെ വേണ്ടിയിട്ട് ബലിയിടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഈ ബലിതർപ്പണം എന്നുള്ളത്. അപ്പോൾ പ്രധാന സ്നാനഘട്ടങ്ങളിലൊക്കെ പുലർച്ചെ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പല സ്നാനഘട്ടങ്ങളിലും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഇന്ന് കർക്കിടക വാവാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വിശേഷ ദിവസം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് സാധാരണയായിട്ട് എന്തൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കാറ്. വലിയ പല കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ കൊള്ളകൾ പെട്ടെന്ന് നാക്കിലേക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ വലിയൊരു കൊള്ളയാണല്ലോ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതങ്ങ് വിട്ടുപോകുന്നില്ല. നമുക്ക് ഈ കൊള്ളകൾ, ശബരിമല കൊള്ള, അതുപോലെ ക്ഷേത്രത്തിലെ പലതരത്തിലുള്ള കൊള്ളകൾ, അതിൻ്റെ കൂടെ തട്ടിപ്പുകൾ, വേറെ തലങ്ങളിലേക്കുള്ള തട്ടിപ്പുകൾ, ഈ ഫോൺ വിളിയിലൂടെ വ്യാജന്മാരൊക്കെ പണം നൽകിയാൽ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മറ്റു പദ്ധതികൾ നൽകാമെന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ കോളുകളിലൂടെ നടത്തുന്ന തട്ടിപ്പുകൾ, ഇങ്ങനെ തട്ടിപ്പുകൾ വലിയ രീതിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ മറ്റൊരു തട്ടിപ്പ് കൂടി എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞു കാണും. അതായത് വിഷയം ഇതാണ്. ഭരണപക്ഷത്തിരുന്ന പിണറായി വിജയൻ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന സമയത്ത് നടന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇന്ന് അവർ പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു സമാധാന അന്തരീക്ഷത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും സമാധാനം വന്നു എന്ന് വിചാരിക്കുന്ന ആ സമയത്ത് ഒരു ആറ്റം ബോംബ് വന്ന് പതിച്ചിരിക്കുകയാണ്. വാർത്തയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു അടയാളം അല്ലെങ്കിൽ ഒരു സൂചന നൽകി എന്ന് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു സൂചന നൽകാനാണ് അത്തരമൊരു കാര്യത്തെ ഒന്ന് പറഞ്ഞു വെച്ചത്. ഈ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ്. മെസ്സിയുടെ പേരിൽ എന്ന് പറയുമ്പോൾ മെസ്സി പോലും അറിയാത്തൊരു തട്ടിപ്പ് എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ലഘുലേഖയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ വാണിജ്യ പരിപാടികളെക്കുറിച്ച് പറയുന്ന ഒരു ലഘുലേഖയാണ്. ഈ ലഘുലേഖയെ സ്പോൺസർ കൈമാറിയ ഈ ഒരു നോട്ടീസിനെ അവർക്ക് കേരളത്തിലേക്ക് വരാനുള്ള ഒരു സമ്മതപത്രമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമ്മതപത്രമായിട്ട് മുൻ സർക്കാർ അല്ലെങ്കിൽ മുൻ ഇടത് സർക്കാർ വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അർജന്റീന അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മെസ്സി അറിഞ്ഞിട്ടില്ല. നമ്മൾ കേരളത്തിലുള്ള ഇടതു സർക്കാർ മാത്രം അറിഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ അത്. അർജന്റീനയുമായിട്ട് കരാർ ഒന്നും ഇല്ലാതിരുന്നിട്ടും കേരളത്തിൽ പ്രദർശന മത്സരത്തിന് എത്തുവാനായിട്ട് സമ്മതം അറിയിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ സമ്മതം അറിയിച്ചു എന്ന തരത്തിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതി. ഈ കത്തിനെ തുടർന്നാണ് US-ലുള്ള ഒരു ഏജൻസിക്ക് 126 കോടി രൂപ അയക്കുവാനായിട്ട് സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കേന്ദ്രത്തിന്റെ ഫെമ അനുമതി നേടിയെടുത്തതെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങളൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം തട്ടിപ്പുകൾ പലതരത്തിൽ നടക്കുന്നുണ്ടല്ലോ. അത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണെങ്കിലും ആര് ഭരിക്കുമ്പോഴാണെങ്കിലും ഈ തട്ടിപ്പുകൾക്കും വ്യാജന്മാർക്കും ഒന്നും യാതൊരു ക്ഷാമവുമില്ല നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് വലിയ സംഭവമാണ് എന്നുള്ളതല്ല. പക്ഷേ മെസ്സിയുടെ പേരിൽ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഇത്തരത്തിൽ അവർ ഞെട്ടും. എന്തായാലും മെസ്സി പോലും അറിയാത്തൊരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പോൺസർ അർജന്റീനയ്ക്ക് പണം കൊടുത്തതിൻ്റെയോ അല്ലെങ്കിൽ അവർ സ്വീകരിച്ചതിൻ്റെയോ ഒന്നും തെളിവുകളൊന്നും തന്നെ ഇല്ല. ഒരു രേഖയുമില്ല, ഒരു തെളിവുകളുമില്ല. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് സർക്കാർ തലത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയില്ല. പണം കൈമാറിയോ എന്ന് ഉറപ്പാക്കിയിട്ടില്ല. ഈ സർക്കാർ തലത്തിൽ ഒരുപാട് വഴിവിട്ട തരത്തിലുള്ള അല്ലെങ്കിൽ വഴിവിട്ട നീക്കങ്ങൾ നടന്നെന്നും അതിന് നേതൃത്വം നൽകിയത് അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ആണെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേട്ടോ. വകുപ്പ് മന്ത്രി അടക്കം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു തട്ടിപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ മന്ത്രിമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ മന്ത്രിമാർ അല്ലെങ്കിൽ ആ വകുപ്പ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ വരുന്നത്. വീഴ്ച എന്നൊന്നും പറയാൻ പറ്റില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കും. അതിനെ നമുക്ക് വീഴ്ച എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വാർത്തയാണ് മലയാള മനോരമയിലെ ഇന്നത്തെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. മെസ്സിയുടെ പേരിൽ തട്ടിപ്പ്. അർജന്റീന അറിയാത്ത, മെസ്സി അറിയാത്ത ഒരു വലിയ തട്ടിപ്പാണ്. അവർ അറിഞ്ഞില്ല അവർ വരുന്ന കാര്യം, പക്ഷെ നമ്മൾ അറിഞ്ഞു. എങ്ങനെ? അവരുടെ ആ ഒരു പരിപാടികളെ കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു ലഘുലേഖയാണ് കേരളത്തിലേക്ക് വരാനുള്ള ടീമിന്റെ സമ്മതപത്രമാക്കിയിട്ട് അങ്ങോട്ട് വ്യാഖ്യാനിച്ചത്. കൊള്ളാം, നല്ല പരിപാടിയാണ്. അപ്പോൾ ഈ തട്ടിപ്പുകൾ പലതരത്തിൽ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇങ്ങനെയും തട്ടിപ്പുകൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നത്.
ഇനി അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ശാസ്ത്ര പ്രചാരകനൊക്കെ ആയിട്ടുള്ള MP പരമേശ്വരൻ അദ്ദേഹം വിടവാങ്ങിയ ഒരു വാർത്തയുണ്ട്. അപ്പോൾ ആണവ ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും ഒക്കെയായ അല്ലെങ്കിൽ ഡോക്ടർ MP പരമേശ്വരൻ അദ്ദേഹം അന്തരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. തൃശ്ശൂർ കോട്ടപ്പുറത്തെ വസതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്നുള്ളൊരു വാർത്തയുണ്ട്. ഇനി ഒരു ഇന്റർനാഷണൽ വാർത്തയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇറാനെ പേടിച്ച് വിമാനം മാറിക്കയറി US പ്രസിഡന്റ് ട്രംപിന്റെ കൺകെട്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ വധഭീഷണി, അതായത് ഈ പശ്ചിമേഷ്യൻ സംഘർഷം, ഇറാൻ ഇസ്രായേൽ സംഘർഷം അല്ലെങ്കിൽ US അതിനിടയിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയായിരുന്നു പശ്ചിമേഷ്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതല്ല, ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ സമാധാനം അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് ഇന്നൊരു ചോദ്യമാണെങ്കിൽ നാളെ സമാധാനം അല്പം അല്ലെങ്കിൽ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് എന്നൊരു വാർത്ത കാണാം. അല്ലെങ്കിൽ അതിന് പിന്നീടുള്ള ദിവസങ്ങളിൽ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലേക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധ കളികൾ മുറുകുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക്. അപ്പോൾ അവിടെ ഒരു സ്ഥിരതയില്ല. എന്താണ് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ, സമാധാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊന്നും സ്ഥിരതയില്ല. ഭരിക്കുന്നവർക്ക്, അവിടെ ഉള്ളവർക്കില്ല. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് നമുക്കവിടെ നടക്കുന്ന സംഭവങ്ങളെ വിശകലനം ചെയ്യാം എന്നതൊഴിച്ച് അവിടെ നടക്കുന്ന ആ ഒരു വലിയ നാടകീയമായ ഒരു പശ്ചാത്തലം കൂടി ഈ ഒരു യുദ്ധഭീതി അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ മറവിലുണ്ട് കേട്ടോ. അതുതന്നെയാണ് ഇറാന്റെ വധഭീഷണി നിലനിൽക്കുന്നുണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ. അപ്പോൾ അതുതന്നെയാണ് ഇന്നത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത്. ട്രംപിന്റെ കഴിഞ്ഞ മാസത്തെ തുർക്കി യാത്രയിൽ നാടകീയമായ ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് 1 ആയിരുന്നു അത്. അപ്പോൾ അത് ഒഴിവാക്കിയെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തുർക്കിയിലെ അങ്കറയിൽ നാറ്റോ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് ബ്രിട്ടനിലേക്ക് പോയത് എൻഫോഴ്സ്മെന്റ് 1 എല്ലാവരെയും വിശ്വസിപ്പിച്ച ശേഷം ആർക്കും സംശയം തോന്നാത്ത തരത്തിലാണ് ചെറിയൊരു സൈനിക വിമാനത്തിലായിരുന്നു യാത്ര. അല്ലെങ്കിൽ ഞാൻ ഇതിലാണ് സഞ്ചരിക്കുന്നത് എന്ന് വിശ്വസിപ്പിച്ച ശേഷം മറ്റൊന്നിൽ യാത്ര. അതാണ് അതിനകത്ത്, ചുരുക്കി പറഞ്ഞാൽ അതാണ് അതിൽ സംഭവിച്ചത്. ഈ ഇറാൻ ആക്രമിച്ചേക്കും എന്നുള്ള ഒരു ഇന്റലിജൻസ് വിഭാഗത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അതിനാടകീയമായ നീക്കം എന്ന് തന്നെ അതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭയം മൂലമായിരിക്കും ഇപ്പോൾ മറ്റു ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ വലിയ ധൈര്യശാലിയാണ് എന്നൊക്കെ പ്രകടിപ്പിക്കുമെങ്കിലും ഒരു വധഭീഷണി വന്നു കഴിഞ്ഞാൽ ആരാണ് ഭയപ്പെടാതിരിക്കുക? അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു സൈനിക വിമാനത്തിലേക്ക് പോയത്. കേറ്ററിംഗ് ട്രക്കിൽ കയറിയാണ്. അപ്പോൾ ട്രംപ് അകത്തിരിപ്പുണ്ടെന്ന മട്ടിൽ യഥാർത്ഥ എൻഫോഴ്സ്മെന്റ് 1 വിമാനം പറന്നുയർന്നപ്പോൾ മാധ്യമ സംഘമോ വൈറ്റ് ഹൗസ് ജീവനക്കാരോ ഒന്നും സത്യം തിരിച്ചറിഞ്ഞതേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ടേക്ക് ഓഫ് നടക്കുകയാണ്, വിൻഡോ ഷെയ്ഡ് താഴ്ത്തണം എന്ന് നിർദ്ദേശിച്ചതിനാൽ പുറത്ത് നടന്നതൊന്നും ആരും കണ്ടില്ല താനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺകെട്ട് വിദ്യ എന്ന് തന്നെ അതിനെ പറയേണ്ടിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള ഒരു കള്ളക്കളി, വധഭീഷണി നിലനിൽക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള ചില നാടകീയ രംഗങ്ങളിലൂടെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്നാക്കുന്ന അല്ലെങ്കിൽ അതിനുള്ളൊരു ബില്ല് ലോക്സഭ വെറും 4 മിനിറ്റ് കൊണ്ട് ചർച്ചയില്ലാതെ ശബ്ദ വോട്ടോടെ പാസ്സാക്കി എന്നുള്ളതാണ്. ഈ നടുത്തളത്തിൽ വലിയ പ്രതിപക്ഷ ബഹളമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ബില്ല് പാസ്സാക്കി എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പേരിലായിരുന്നു ഈ ബില്ല്, അമിത്ഷായുടെ പേരിലായിരുന്നു. പക്ഷേ അദ്ദേഹം സഭയിൽ ഇല്ലാതിരുന്നത് കാരണം സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് മറുപടി നൽകിയത്. ബില്ല് ഇപ്പോൾ ഇന്ന് രാജ്യസഭ കൂടി പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബില്ല് നിയമമാകും എന്നുള്ളതാണ്. അപ്പോൾ കേരള എന്നത് മാറ്റി കേരളം എന്നതിലേക്ക് മാറുകയാണ്. ബില്ല് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ കേരളമാണ്, കേരള അല്ല കേരളം ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വാർത്തയാണ് ഇവിടെ, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ്, ഒരു ഗുരുതരമായ വിഷയമാണ്. ഇതിനെക്കുറിച്ച് പലതവണ പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ലഹരി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വലിയ ദൗത്യങ്ങളൊക്കെ കൊട്ടിക്കയറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും വലിയ കുറവില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത്. എനിക്ക് വായിച്ചപ്പോൾ അതാണ് ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലായത്. ഈ കഞ്ചാവിൻ്റെ ചാറെടുത്ത് നിർമ്മിച്ച മിഠായി ഉപയോഗിച്ചിരുന്ന 9 വിദ്യാർത്ഥികളെ എക്സൈസ് പിടികൂടി ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ചില കേസുകളിലായി 14, 15, 16 വയസ്സുകളിലേക്കുള്ള വിദ്യാർത്ഥികളാണ് ഈ പിടിയിലായത് എന്നുള്ളതാണ് കേട്ടോ ഇതിലൊരു എടുത്തു പറയേണ്ട വസ്തുത. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ എന്താണ് സംഭവിച്ചത്? സാധാരണയായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന വഴിക്ക് നമ്മൾ അച്ഛനോടോ അമ്മയോടോ ചോദിക്കാതെ അല്ലെങ്കിൽ ഒരു മിഠായി മേടിക്കാൻ പേടിയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലത്ത് ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് പേരൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് മാതാപിതാക്കളായിട്ടുള്ളവരുടെയൊക്കെ
ചെറുപ്പകാലം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അവർക്ക് മാതാപിതാക്കളെ അത്രത്തോളം പേടിയായിരുന്നു. സ്നേഹമുണ്ട്, അല്ലെങ്കിൽ സ്നേഹവും ബഹുമാനവും ഉണ്ട്. അതിനോടൊപ്പം മാതാപിതാക്കളോട് അവർക്ക് ബഹുമാനമുണ്ട്, അതുപോലെ തന്നെ സ്നേഹമുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഒരു ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ഭയം. മാതാപിതാക്കളോട് ഒരു ബഹുമാനമില്ലായ്മ, അല്ലെങ്കിൽ ഈ തർക്കുത്തരം പറയുന്നത്, അതൊക്കെ വേറെ കേസുകളാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവാണോ, അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്ത്, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കൂ. സ്കൂൾ കോമ്പൗണ്ടിൽ കയറിയാൽ അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ് കുട്ടികൾ. സ്കൂളിന് ഗേറ്റിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വിദ്യാലയത്തിന് പുറത്ത് വീട്ടുകാരുടെ ഒരു നിയന്ത്രണം എപ്പോഴും കുട്ടികളിൽ ഉണ്ടാവണം. അവർ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ 14, 15, 16 വയസ്സെന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഒന്ന് ഓർത്ത് നോക്കൂ, 9, 10, 11 +1 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കുമല്ലോ എന്തായാലും. പ്രായം വെച്ച് നോക്കുമ്പോൾ ആ ക്ലാസ്സുകളിലാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ വരുന്ന കുട്ടികൾക്ക് തങ്ങൾ വലിയ ആളുകളാണ്, അല്ലെങ്കിൽ തങ്ങൾക്കെല്ലാം അറിയാം, വലിയ വ്യക്തികളെ പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ളത് അവിടെ ഓർക്കണം. തങ്ങൾ വലിയ ആളുകളാണ്, തങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും, എവിടെയും പോകാം, അല്ലെങ്കിൽ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, മാതാപിതാക്കളുടെ അനുവാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മാതാപിതാക്കളെ ഭയമില്ല, അധ്യാപകരെ ഭയമില്ല. അധ്യാപകർ ഒരു അടി കൊടുത്താൽ അധ്യാപകരെ തിരിച്ചടിക്കുന്ന കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിലുള്ളത്. ഒന്ന് ഓർത്ത് നോക്കൂ, അധ്യാപകർ അടിക്കുമ്പോൾ മാറി നിന്ന് കരയുകയും അല്ലെങ്കിൽ പിന്നീട് ആ തെറ്റ് തിരുത്തുകയും ചെയ്യുന്ന കുട്ടികളായിരുന്നു, അല്ലെങ്കിൽ ഒരു കാലത്ത് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളായിരുന്നു സ്കൂളുകളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഓർത്ത് നോക്കൂ എന്താണ് സംഭവിക്കുന്നത്. അധ്യാപകൻ ഒരു അടി നൽകിയാൽ, അല്ലെങ്കിൽ അധ്യാപിക ഒരു അടി നൽകിയാൽ തിരിച്ച് അധ്യാപികയെ അടിക്കുകയും അധ്യാപികയെ ചവിട്ടുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. അപ്പോൾ അതൊട്ടും നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് അടിച്ചൊരിക്കലും വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പോൾ മാതാപിതാക്കൾ പിടിച്ചിരുത്തി പഠിപ്പിച്ചാലോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലോ ഒന്നും ഈ മദ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ മഹാമാരിയിൽ നിന്ന്, അല്ലെങ്കിൽ മഹാവ്യാധിയിൽ നിന്നൊന്നും വലിയ രീതിയിൽ മാറാനൊന്നും സാധിക്കില്ല. സുഹൃത്തുക്കളുടെ കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം കേട്ടോ. ഈ കുട്ടികൾ ഒരുമിച്ച് ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ സുഹൃത്ത് വലയങ്ങൾ, ആ സൗഹൃദ വലയങ്ങൾക്ക്, ഇപ്പോൾ 5 പേരുള്ള ഒരു സൗഹൃദ വലയത്തിൽ ഒരു കുട്ടി മോശപ്പെട്ട ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവന് ചെയ്തു, എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പല കാര്യങ്ങളിലേക്കും പോകും കുട്ടികൾ. അവരുടെ പ്രായം അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ കടക്കും. അപ്പോൾ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധയുണ്ടാവുക, അധ്യാപകരുടെ ശ്രദ്ധ, മാക്സിമം അവരുടെ ശ്രദ്ധയുണ്ടാവുക, പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തിരുത്തി നൽകുക, തിരുത്തി പോകാൻ പറ്റുന്ന കാര്യങ്ങൾ അത്തരത്തിൽ നല്ല രീതിയിൽ മുൻപോട്ട് പോകുക. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അപ്പോൾ പ്രായപൂർത്തിയാകാത്ത 74 പേർ ജില്ലയിൽ 8 മാസത്തിനിടെ ലഹരി കേസുകളിൽ പ്രതികളായി എന്നുള്ളൊരു വാർത്തയാണ് കേട്ടോ. 7 പേർ മദ്യപാനത്തിലും 67 പേര് കഞ്ചാവ് മിഠായി ഉപയോഗിച്ച കേസുകളിലും ഒക്കെ പ്രതികളായി എന്നുള്ളതാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, കുട്ടികളൊക്കെ ഏത് വഴിക്കാണ് കൊടുക്കുന്ന സ്നേഹം തിരിച്ചു നൽകുന്നത്. മാതാപിതാക്കൾക്ക് കുട്ടികൾ ഈ സ്നേഹമൊക്കെ തിരിച്ചു നൽകുന്നത് ഈ ലഹരിക്ക് അടിമയായിട്ടും ലഹരി കേസുകളിൽ പ്രതികളായിട്ടും നാട്ടുകാരുടെയും അല്ലെങ്കിൽ പോലീസിൻ്റെയും അല്ലെങ്കിൽ ഈ ആൾക്കാരുടെയൊക്കെ മുൻപിൽ നാണം കെടുത്തി മാതാപിതാക്കളുടെ തല കുനിക്കുമ്പോൾ അത് അവർക്കെന്തോ വലിയ സുഖമാണ് കിട്ടുന്നത്. അതാണ് ഈ ഒരു വാർത്തയിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. മാതാപിതാക്കളുടെ കഷ്ടപ്പാടും അല്ലെങ്കിൽ അവർ അധ്വാനിക്കുന്നതും ഒക്കെ അറിഞ്ഞു വളരുന്ന കുട്ടികൾ ഒരിക്കലും ഇത്തരത്തിൽ വഴിതെറ്റി പോവില്ല. അവരുടെ കഷ്ടപ്പാടുകളെയും അല്ലെങ്കിൽ അവരുടെ ഓരോ ദിവസത്തെ അധ്വാനത്തെയും വിലമതിക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടികളും ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പോവില്ല. പിന്നെ ഈ ദൗത്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഓരോ പോലീസിനാണെങ്കിലും ഒക്കെ എക്സൈസിനാണെങ്കിലും എല്ലാ വിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ മാക്സിമം അവർ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ ഒരുപാട് കാലമെടുക്കും. പക്ഷേ ഓരോ വിദ്യാർത്ഥികളും ഓരോ ദിവസം, ഇപ്പോൾ 15, 16 വയസ്സ് ഉള്ള കുട്ടികൾ ഈ രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒരു 20, 25 വയസ്സാകുമ്പോൾ അവരുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കൂ. മദ്യം മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്നതിൽ നിന്ന് അതിവേഗം നമുക്ക് അതിൽ നിന്ന് വിടുതൽ ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഗൗരവകരമേറിയ ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ അത് കുട്ടികൾ തിരുത്തി പോകാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തിരുത്തി പോവുക. തെറ്റാണെന്ന് മനസ്സിലായാൽ ആ തെറ്റിലേക്ക് പിന്നെ പോകാതിരിക്കുക. സൗഹൃദ വലയങ്ങൾ, അപ്പോൾ കൂട്ടുകൂടുമ്പോൾ അത്തരത്തിലുള്ള നല്ല സൗഹൃദങ്ങളെ എപ്പോഴും തിരഞ്ഞെടുക്കുക. അത് വലിയ ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വിലപ്പെട്ട നിമിഷങ്ങളാണ് സമ്മാനിക്കുക. തെറ്റായ രീതിയിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ കൂട്ടുകാർ ഒത്തിരി ഉപകാരപ്പെടും, അല്ലെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സന്ദേശം കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ, ആ ഒരു സൗഹൃദത്തെക്കുറിച്ച് കൂടി. ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് ഇനിയും ഉണ്ട് കേട്ടോ. ചെങ്കടലിൽ കപ്പലിന് നേരെ ഹൂതി മിസൈൽ, 4 നാവികർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയുണ്ട്. ഈ ചെങ്കടലിൽ സൗദി തുറമുഖത്തിന് സമീപം ബാബുൽ മൽദിബിൽ ചരക്കു കപ്പലിന് നേരെയുണ്ടായ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ 4 നാവികർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയുണ്ട് കേട്ടോ. ഈ ഈജിപ്തിന്റെ ഉടമസ്ഥതയിലുള്ള തിഹാമ
എന്ന കപ്പലിന് നേരെയായിരുന്നു ഈ ഒരു ആക്രമണം. ചെങ്കടലിൽ സൗദിക്കെതിരെ ഹൂതികൾ നാവിക ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം ആദ്യമാണ് നാവികർ ഇങ്ങനെ കൊല്ലപ്പെടുന്നത്. അപ്പോൾ പാകിസ്ഥാൻ, ഇന്തോനേഷ്യ പൗരന്മാരാണ് മരിച്ചതെന്നുള്ളതാണ് വാർത്തയിൽ പറയുന്നത്. പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇന്നത്തെ സ്വർണ്ണവില കൂടി ഒന്ന് നോക്കാം. സ്വർണം, വെള്ളി നിരക്കുകളൊക്കെ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗ്രാഫ് ഉയർന്നും താഴ്ന്നുമൊക്കെ പോകുന്നു. ഒരു ദിവസം തന്നെ പലതവണ വില കൂടുന്നു, പലതവണ കുറയുന്നു. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്വർണ്ണവിലയുടെ ഒരു ഗ്രാഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പവന് 1360 രൂപ കൂടി എന്നുള്ളതാണ്. ഈ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരും, അത് കുറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സാധ്യതകളുണ്ട്. പക്ഷേ കുറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് സ്വർണത്തിൻ്റെ ഒരു വില ഇപ്പോൾ പോകുന്നത്. രാവിലെ പവന് 2320 രൂപ വർദ്ധിച്ചു. അതിനുശേഷം ഉച്ചയോടെ 960 രൂപ കുറയുകയായിരുന്നു. ഇതോടെ ഗ്രാമിന് 14,100 രൂപയും പവന് 1,12,800 രൂപയുമായി എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന യുദ്ധത്തിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വലിയ യുദ്ധകാഹളം അത് വലിയ ആഗോളതലത്തിൽ എണ്ണ വിപണിയെയും അതുപോലെ തന്നെ സ്വർണ്ണവിലയും ഒക്കെ വലിയ രീതിയിൽ മാറ്റിമറിക്കുമെന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇത് കേട്ടോ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അയവ് വന്നതോടെ കുതിച്ചുയരാൻ തുടങ്ങിയ സ്വർണ്ണവിലയിൽ ഈ മാസം ഇതുവരെ ഗ്രാമിന് 880 രൂപയും പവന് 7,040 രൂപയുമാണ് വർദ്ധിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജ്യാന്തര സ്വർണ്ണ ട്രോയ് ഔൺസിന് $4,390 നിരക്കിലാണ്. അപ്പോൾ ഈ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട UAE ഫെഡറൽ റിസർവിന്റെ തീരുമാനം വരാനിരിക്കെയാണ് രാജ്യാന്തര സ്വർണ്ണവില ഇങ്ങനെ മാറി മറിയുന്നത് എന്നുള്ളതാണ്. ഒരല്പം മേടിക്കണം എന്ന് വിചാരിച്ച് സ്വരുക്കൂട്ടി വെക്കുന്ന ആളുകളുടെയൊക്കെ നെറുകിലടിച്ചുകൊണ്ടാണ് ഈ സ്വർണ്ണവില ചിലപ്പോൾ ഉയരുന്നത്. എന്നാൽ വിചാരിക്കാത്ത സമയത്ത് വില താഴുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൂതികളുടെ ആക്രമണം അല്ലെങ്കിൽ നാല് നാവികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത, അതുപോലെ തന്നെ ട്രംപ് വിമാനം മാറിക്കയറി വധഭീഷണിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രക്ഷപ്പെടൽ എന്ന നിലയിൽ ഒരു കൺകെട്ട് വിധി എന്ന നിലയിലുള്ള അങ്ങനെ ഒരു വാർത്ത. അപ്പോൾ ആ വാർത്ത നമ്മൾ നോക്കി. അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെ കുറിച്ച് പരിശോധിച്ചു. അതുപോലെ തന്നെ മെസ്സി ഏറ്റവും വലിയ കള്ളക്കളി, ഏറ്റവും വലിയ തട്ടിപ്പ്, മെസ്സിയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തി എന്നുള്ള ഒരു വാർത്ത. അതും കഴിഞ്ഞ സർക്കാരിനെതിരെയാണ് അത് വിരൽ ചൂണ്ടുന്നത്. സർക്കാരിന്റെ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ അറിവോടെയാണ് ഇത്തരത്തിലൊരു കാര്യം നടന്നത് എന്നുള്ളതാണ് അതിൽ ആശ്ചര്യകരം. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള വാർത്തകളെ കുറിച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി അടുത്തതായി കായിക വാർത്തകളിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏകദിന ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കി അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ്. അപ്പോൾ 3 വിക്കറ്റും പുറത്താകാതെ 37 റൺസും നേടിയ ഓൾറൗണ്ടർ റാഷിദ് ഖാനാണ് 3-ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാന്റെ വിജയം ഉറപ്പാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് 46 ഓവറിൽ 206-ന് ഓൾ ഔട്ടായി. റാഷിദിന് പുറമെയല്ല ഗസൽഫറും അതുപോലെ അഫ്ഗാനായി 3 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിൽ ഒരു ഘട്ടത്തിൽ 7-ന് 176 എന്ന സ്കോറിൽ പതറിയ അഫ്ഗാനെ 43 പന്തിൽ പുറത്താക്കാതെ 37 റൺസ് നേടിയ റാഷിദാണ് വിജയത്തിൽ എത്തിച്ചത്. ഏകദിന ലോകകപ്പിൽ യോഗ്യത ഉറപ്പാക്കിയ അഫ്ഗാനിസ്ഥാൻ എന്നുള്ളൊരു വാർത്തയായിട്ട് ഇപ്പോൾ ഉള്ളത്. പത്രവാർത്താസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.